ഇതിനിടയ്ക്ക് ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചപ്പോൾ അവർ പറഞ്ഞു ദേവൻ വന്നിട്ടാണല്ലോ കൂട്ടിക്കൊണ്ടുപോകുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അഗ്നിയിലാണ് വരുന്നത്, ആണ് കൺസെപ്റ്റ്. ആ വിളക്കിൽ വരുന്നത്. കൊട്ടിയൂരിൽ വർഷത്തിൽ ഒരിക്കൽ, അതായത് 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരെത്തും. പക്ഷേ ആ ഉത്സവത്തിലേക്ക് ആരെയും ക്ഷണിക്കാറില്ല. ആചാര്യന്മാരെയും ഭക്തന്മാരെയും ഒന്നും ക്ഷണിക്കാറില്ല. എല്ലാവരും ആ സന്നിധിയിലേക്ക് വന്നെത്തുന്നതാണ്. എന്നാൽ ദേവിയെ മാത്രം ക്ഷണിക്കുകയും തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് മഹാദേവന് പങ്കെടുക്കുമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇത്തവണ കൊട്ടിയൂരപ്പൻ്റെ ദർശനം നേടാൻ ഞാൻ എത്തിയത് കാസർഗോഡ് നിത്യാനന്ദ യോഗാശ്രമം മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജിയോടൊപ്പമാണ്. ഇപ്പോൾ സ്വാമിജിയോട് ഞാൻ പറഞ്ഞു നിർബന്ധമായും നമുക്ക് ഈ ഒരു സൗധത്തിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഊരാളനും എൻ്റെ സുഹൃത്തുമായ വിനോദ് മണത്തണയാണ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് സതീദേവി ദക്ഷയാഗത്തിന് പോകുന്നതിന് മുന്നിലായിട്ട് ആഭരണങ്ങൾക്ക് ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോയി എന്നാണ് കൺസെപ്റ്റ്. അടച്ചൂട്ടി വാതിലാണ് പറയാം, ഇനി തുറന്നിട്ടില്ല. പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗഭൂമിയിലേക്ക് സതീദേവി സഞ്ചരിച്ചു പോകുമ്പോൾ വിശ്രമിച്ചു എന്ന് കരുതപ്പെടുന്ന പ്രധാന പ്രദേശമാണ് മണത്തണ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തായി ദേവിയും ഭൂതഗണങ്ങളും വിശ്രമിച്ചു എന്ന സങ്കല്പത്തിൽ ഒരു ആൽത്തറയുണ്ട്. അവിടെ യോഗിയൊട്ട് എന്നൊരു ചടങ്ങും നടത്തിപ്പോരുന്നു. അതിന് തൊട്ടടുത്തായിട്ടാണ് കൊട്ടിയൂരപ്പൻ്റെ ഭണ്ഡാരങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്ന കരിമ്പന ഗോപുരവും സ്ഥിതി ചെയ്യുന്നത്. വാളകയിലുള്ള വാളുകൾ ഇവിടുന്നാണ് പോകുന്നത്. ഈ വാളുകൾ അവിടെ എത്തി വാളകയിൽ വെച്ചാൽ മാത്രമേ അവിടെ നിത്യനിദാനം ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പരാശക്തി എത്തുന്നില്ല. ഉത്സവത്തിന് വൈശാഖ മഹോത്സവത്തിന് പല സംഗതികളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പല ദൈവങ്ങൾ പ്രതീകങ്ങളായിട്ട് വരുന്നുണ്ട്. എഴുന്നള്ളത്തുകൾ പോകുന്നുണ്ട്, അഭിഷേക വസ്തുക്കൾ പോകുന്നുണ്ട്. എല്ലാം അവിടെ എത്തുക ചെയ്യാം. ഒന്നിനെയും ക്ഷണിക്കില്ല. എല്ലാവരും ഉത്സവ സമയത്ത് ആകെ ക്ഷണിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭഗവതിനെ മാത്രമാണ്. ഇവിടെ കുത്തുവിളക്കുമായി വന്നിട്ട് ആണ് വാള് പോവുക. അടിയന്തര യോഗം, എല്ലാ തന്ത്രിമാർ എല്ലാവരും കൂടുന്ന അടിയന്തര യോഗം കൂടിയിട്ടാണ് ദേവീനെ കൊട്ടിയൂർ വരെ കൊണ്ടുപോകുക. തിരിച്ചും കൊണ്ടാക്കണം. ആ യാഗോത്സവത്തിൽ പണ്ട് രക്ഷയാഗത്തിന് ക്ഷണിക്കാതെ പോയ ഏക വ്യക്തി സതീദേവിയാണ്. ഇപ്പം ആ ഉത്സവം റീക്രിയേറ്റ് ചെയ്ത് വൈശാഖ മഹോത്സവം സമയത്ത് ക്ഷണിച്ചിട്ട് പോകുന്ന ഏക ദേവി കൂട്ടിക്കൊണ്ടുപോകണം, എന്നിട്ട് തിരിച്ചു കൊണ്ടാകണം. ഇപ്പം അമ്മയാണ് ഇവിടെ ആ പീഠത്തിൽ ഇവിടെ വാളാ വെക്കുന്നത്. ആ വാള് വെക്കുന്ന പീഠത്തിൽ അടുത്താണ് ശ്രീശങ്കരാചാര്യരുടെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയത്. ആചാര്യർക്ക് ശ്രീവിദ്യ ഉപദേശം കിട്ടിയെന്ന് പറയപ്പെടുന്ന ക്ഷേത്രം ഇതാണ്. ഏറ്റവും ആദ്യം ശ്രീചക്ര പ്രതിഷ്ഠ നടന്നു വിശ്വസിക്കുന്നത് ഇവിടെയാണ്, ചപ്പാര ക്ഷേത്രത്തിലാണ്. അതിപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പൂജയുണ്ട്. വാളുകൾ അങ്ങോട്ട് പോയാലും ഇവിടെ നിത്യപൂജ നടക്കുന്നുണ്ട് പീഠത്തിനകത്ത്. സരസ്വതി മണ്ഡപം വിദ്യാരംഭത്തിൽ ഭയങ്കര പ്രാധാന്യം. നവരാത്രി ശ്രീചക്രവും സപ്തമാതൃക്കൽ എന്നുള്ളതാണ്. സപ്തമാതൃഭാവത്തിലാണ്. പുരാതനമായിട്ട് പറയുന്നത് എപ്പോഴും ചപ്പാര, സപ്തമാതൃപുരം എന്ന ചപ്പാരം എന്നാണ് പറയുന്നത്. കൊട്ടിയൂർ യാഗഭൂമിയിലെത്തുന്ന തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രം സന്ദർശിക്കാതെ മടങ്ങാറില്ല എന്നതാണ് സത്യം. വൈശാഖ മഹോത്സവം തന്നെയാണ് ഇവിടത്തെയും ഉത്സവകാലം. കൊട്ടിയൂരിൻ്റെ ഏറ്റവും പ്രധാന ഉപക്ഷേത്രം കൂടിയാണിത്. ഇടവമാസത്തിലെ ചോദ്യനാളിൽ അക്കരെ സന്നിധാനത്തെ സ്വയംഭൂവിൽ നെയ്യാട്ടം നടക്കുന്നതോടെ വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നുവെങ്കിലും നിത്യപൂജകൾ ആരംഭിക്കുന്നത് ഭണ്ഡാരം എഴുന്നള്ളത്തിനൊപ്പം ചപ്പാരം ഭഗവതിയുടെ വാളുകൾ അക്കരെ സന്നിധിയിൽ എത്തുന്നതോടെയാണ്. 3 വാളുകളാണ് ഇവിടെ നിന്നും എഴുന്നള്ളിക്കുന്നത്. മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായാൽ തേടൻ സ്ഥാനികൻ കുത്തുവിളക്കുമായി ചപ്പാരം ക്ഷേത്രത്തിലെത്തി വാളെഴുന്നള്ളത്തിന് സമയമായെന്ന് അറിയിക്കുന്നതാണ് പതിവ്. കൊട്ടിയൂർ പെരുമാൾ ഈ സമയം ഭഗവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ നേരിട്ടെത്തുന്നുണ്ട് എന്നാണ് വിശ്വാസം.
അക്കരെ സന്നിധാനത്ത് മണിത്തറയ്ക്കും അമ്മാറക്കല്ലിനും മധ്യേ വാളറയിലാണ് ചപ്പാരം ക്ഷേത്ര വാളുകൾ പൂജിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിൽ എല്ലാ പ്രധാന ചടങ്ങുകൾക്കും മുന്നിലായി അടിയന്തര യോഗം ചേരുന്നതും അഷ്ടമി ആരാധനാ പൂജ നടക്കുന്നതും പരാശക്തി സങ്കല്പത്തിലുള്ള വാളുകൾ പൂജിക്കുന്ന വാളറയ്ക്ക് മുന്നിലാണ്. മണിത്തറയിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ദേവനും പരാശക്തി ചൈതന്യം കുടികൊള്ളുന്ന ചപ്പാരം വാളുകളും മുഖാമുഖം ദർശിക്കുന്ന രീതിയിലാണ് വാളുകളുടെ പ്രതിഷ്ഠയും. ഇവിടുത്തെ മൂന്ന് വാളുകളാണ്. അതിന് പൂജയില്ല. അത് ദക്ഷന്റെ കഴുത്തർത്ഥമാണ്. അതിന് പൂജയില്ല. ഇത് ദേവീ സങ്കല്പമായതുകൊണ്ടാണ്. പരാശക്തിയുടെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ബാക്കി തന്ത്രി പോലും ക്ഷണിക്കില്ല. സ്വയം അറിഞ്ഞു വന്നിട്ട് വരുന്നുണ്ട്. ബ്രഹ്മാവായിട്ട് ഇത് നമ്മളെ ഗുരുമാത്തോട് ആലിംഗന പുഷ്പാഞ്ജലിക്ക് വരുന്നുണ്ട്. ഒരു ക്ഷണവുമില്ല, എത്തിക്കുള്ളൂ. എത്തിയിട്ട് അവരവരെ കർമ്മങ്ങൾ അയച്ചിട്ട് പോകുള്ളൂ. ദേവിയെ മാത്രമേ അല്ല, അതെനിക്കറിയാം. പക്ഷെ ദേവിയെ വിളിച്ചിട്ട് കൊണ്ടുവന്നത് അത് സമുദായിയുടെ കുത്തുവിളക്ക് വരണം. അതായത് പെരുമാളുടെ പ്രതിപുരുഷനായിട്ട് സമുദായിയുടെ വിളക്ക് വരണം. അപ്പോൾ ഇത് കാലാകാലമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സ്വർണ്ണപ്രശ്നം വെച്ചപ്പോൾ അവർ പറഞ്ഞു ദേവൻ വന്നിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അഗ്നിയിലാണ് വരുന്നത് ആണ് കൺസെപ്റ്റ്. ആ വിളക്കിൽ വരുന്നത് ദേവനാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിരവധി ക്ഷേത്രങ്ങൾ കൊട്ടിയൂരിന് ഉപക്ഷേത്രങ്ങളായി ഉണ്ടെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രമാണ്. കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി കൊട്ടിയൂരിന്റെ ആസ്ഥാന ഭൂമിയായ മണത്തണയിലെ പ്രധാന ഭഗവതി ക്ഷേത്രമാണിത്. വൈശാഖ മഹോത്സവത്തിലെ വാളശന്മാർ എന്ന ഏഴില്ലം സ്ഥാനികരുടെ ആസ്ഥാന ക്ഷേത്രമായ ഇവിടെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയതും കൊട്ടിയൂർ ഉത്സവത്തിന്റെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയതും ശ്രീ ശങ്കരാചാര്യരാണെന്നാണ് കരുതുന്നത്. സതീദേവി കുടിയിരിക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിന് തൊട്ടു മുന്നിലായുള്ള വടക്കിനിയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഗുരുജിയും സംഘവും സഞ്ചരിക്കുന്നത്. ഇവിടെയാണ് നിത്യവും ശ്രീചക്ര പൂജ നടക്കുന്നതും. പീഠം തന്നെയാണ്. താഴെയുള്ള പീഠം തന്നെയാണ് സങ്കല്പം. അല്ല, അവിടെ ശ്രീചക്ര അകത്തേത്തതിലാണ് അവിടെ പ്രതിഷ്ഠയുള്ളത്. ശ്രീചക്ര അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് പൂജ ചെയ്യുക. അതിന്റെ മുകളിൽ കൊട്ടിയൂരിൽ ഊരാളന്മാരെ പെരുമാളിന്റെ പ്രതിനിധികളായി കാണുന്നുവെങ്കിൽ വാളശന്മാർ ദേവിയുടെ പ്രതിനിധികളാണ്. ദേവനും ദേവിയും ഒത്തുചേരുന്ന ഉത്സവമാണ് വൈശാഖ മഹോത്സവം. ഊരാളന്മാർ കൊട്ടിയൂരിനെ പ്രതിനിധീകരിക്കുമ്പോൾ വാളശന്മാർ മണത്തണ ചപ്പാരം ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുന്നു. കൊട്ടിയൂർ അടിയന്തര യോഗത്തിലെ അംഗങ്ങളുമാണിവർ. മണത്തണ ചപ്പാരം ക്ഷേത്ര പൂജാരികളാണ് വാളശന്മാർ. കൊട്ടിയൂരിൽ ഭണ്ഡാരാറ അഥവാ വാളറയിൽ പൂജ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് എത്തിക്കുന്ന ആദിപരാശക്തി സങ്കല്പത്തിലുള്ള 3 വാളുകൾക്കാണ് വാളറയിൽ പൂജ നടക്കുന്നത്. വൈശാഖ മഹോത്സവത്തിൽ അത്തം ദിനത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് വാളശന്മാരുടെ വാളാട്ടം. സന്നിധാനത്ത് ഏഴില്ലക്കാർ എന്ന പേരിലാണ് കയ്യാല. ഉത്സവ സമയത്ത് 3 വാളശന്മാർ സന്നിധാനത്ത് ഉണ്ടാവണമെന്നാണ് ആചാരം. ഭണ്ഡാരം എഴുന്നള്ളത്തിന്റെ കൂടെ ചപ്പാരം വാൾ എഴുന്നള്ളിച്ച് സന്നിധാനത്ത് എത്തുന്ന ഇവർ ഉത്സവ അവസാനം വരെ അവിടെ തന്നെ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂരിൽ കാലങ്ങളായി എത്തുന്ന ഭക്തരിൽ നിരവധി പേർ ഈ സന്നിധാനത്ത് മടങ്ങും വഴി അല്ലെങ്കിൽ പോകും വഴി ദേവിക്ക് ഒരു നെയ്വിളക്ക് തെളിയിച്ചു പോകുന്ന സർവ്വസാധാരണമായ കാഴ്ചയാണ്.